നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ അഖിൽ മാരാർ എന്നാണ് ഇപ്പോൾ കേരളത്തിൽ നിലവിൽ ഈ വ്യക്തി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്ത്യൻ ജാതി വ്യവസ്ഥയെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള ഏതൊരു വ്യക്തിയും, അത് കേരളത്തിലെന്നല്ല ഇന്ത്യ ഒട്ടാകെയുള്ള ദളിത് സമൂഹത്തിന് ജാതിയുടെ പേരിട്ടുള്ള അല്ലെങ്കിൽ ആ ജാതി ഐഡിയോളജിയുടെ എല്ലാ ദൂഷ്യവശങ്ങളും അറിയാവുന്നവർക്ക് അഖിൽ ഒരു മാരാറായിട്ട് തോന്നാറേയില്ല. പകരം അഖിൽ എന്ന് പറയുന്ന പേരിനൊപ്പം ചേർക്കുന്ന മാരാർ എന്ന് പറയുന്ന ആ ഒരു പേര്, അല്ലെങ്കിൽ അതിനൊപ്പം നായരാവട്ടെ, പിള്ളയാവട്ടെ, അങ്ങനെയുള്ള മറ്റുള്ള ജാതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേരുകളുണ്ടല്ലോ. അപ്പം ഈ വാലിനൊപ്പം ഈ ജാതി പേര് ചേർക്കുന്ന ഏതൊരു വ്യക്തിയെയും കോമൺ ആയി നമ്മൾ ജാതിവാദി എന്ന് തന്നെയാണ് അഡ്രസ്സ് ചെയ്യാറുള്ളത്. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അഖിലിൻ്റെ തന്നെ, അല്ലെങ്കിൽ അഖിലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ നിലവിലുള്ള വിഷയങ്ങളിലൊക്കെ ചികഞ്ഞ് ഇഴകീറി പരിശോധിക്കേണ്ട കാര്യമില്ല. കാരണം അഖിൽ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ പോസ്റ്റിനകത്ത് എഴുതിയിരിക്കുന്നത്, അതായത് ജൂൺ 12 ഈ പോസ്റ്റ് ഇടുന്നത്, സ്വാതന്ത്ര്യം കിട്ടി ബാലറ്റിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ വന്നിട്ട് 68 വർഷങ്ങൾ കഴിഞ്ഞിട്ടും വേദന ഉയർത്തിക്കാട്ടി ഇടത് പുരോഗമനവാദികളും കപട മാധ്യമ പ്രവർത്തകരും ഒരേ സ്വരത്തിൽ ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി വാദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് വായിക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുക? കേരളത്തിലുള്ള ഭൂരിപക്ഷം ദളിതരുടെ പ്രശ്നങ്ങളും LDF UDFിൻ്റെ, അല്ലെങ്കിൽ ഇപ്പോൾ അഖിൽ പറഞ്ഞു വയ്ക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെയാണ് ഇതുവരെ നടപ്പാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മുഖ്യ കാരണമെന്നാണ് ഈ ഒരു പോസ്റ്റ് വഴി നമുക്ക് ആദ്യത്തെ പാരഗ്രാഫ് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. എനിക്ക് അഖിലിനോട് ചോദിക്കാനുള്ളത്, കേരളത്തിൽ LDF അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണോ ഭരിച്ചത്? അതാണ് എനിക്ക് ഈ ഒരു പാരഗ്രാഫിലൂടെ എനിക്കാണ് ചോദിക്കാനുള്ളത്. കേരളത്തിൽ ഇന്ന് വരെ ഭരിച്ചതിനകത്ത് ദളിതരുടെ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ, ഇപ്പോൾ നരിവേട്ട എന്ന് പറയുന്ന ഒരു സിനിമ പോലും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് സംഭവിച്ചിരിക്കുന്നത് ദളിതരുടെ സമൂഹത്തിൽ, അല്ലെങ്കിൽ ഇവിടെ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്നവർക്ക് എന്താണ് പ്രശ്നം. ഇതെല്ലാം നരിവേട്ട സിനിമ കാണുമ്പോൾ ഏകദേശം അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് മനസ്സിലാവും ഇവിടെ എന്താണ് നടക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു വാദം തന്നെ, അതായത് പൊള്ളയായിട്ടുള്ള ഈ പറയുന്ന നേരെ പോകുന്നതിന് വരെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് പോകുന്ന ഒരു രീതിയിലാണ് ഈ അഖിൽ എന്ന് പറയുന്ന ആളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും അത് തന്നെയാണ്. ഈ സംസാരിക്കുന്ന വാക്കുകൾ എങ്ങനെയാണ്, യാതൊരു അർത്ഥവും ഇല്ലാതെ എന്തെങ്കിലും കുറച്ച് സാഹിത്യങ്ങളൊക്കെ കൂടിക്കലർത്തി സംസാരിക്കും. അപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് അത് സത്യം ആണെന്നുള്ള രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ മിക്ക പോസ്റ്റുകളും. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, അല്ലെങ്കിൽ നാളെ ഇതുവരെയുള്ള UDF ആയാലും LDF ആയാലും ഈ പാർട്ടിയെ നിയന്ത്രിച്ചിരിക്കുന്ന സമൂഹം ഏതാണെന്നൊന്ന് പറയാമോ? അതിനുള്ള ആർജവം കൂടി ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അഖിൽ കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഈ കേരളത്തിലുള്ള നിലവിലെ രാഷ്ട്രീയ അധികാരങ്ങൾ മുഴുവൻ, ഇവിടുത്തെ എയ്ഡഡ് സ്ഥാപനങ്ങൾ മുഴുവൻ, പാർട്ടിയുടെ നിയന്ത്രണം പോലും, അത് ഈ പറയുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ BJP നേതൃത്വം കൊടുക്കുന്ന മറ്റ് ഘടകകക്ഷികളായാൽ പോലും ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നതിൽ നായർ സമൂഹത്തിന് വലിയ പങ്കുണ്ട്. അപ്പോൾ അധികാരങ്ങൾ, പാർട്ടിയുടെ അധികാരം കയ്യിലിരിക്കെ അതിന് BJP തന്നെ കേരളം ഭരിക്കണമെന്നൊന്നുമില്ലല്ലോ. ഇപ്പം വാദിച്ച് വെക്കുന്നത് എന്താണ്? BJP ഇവിടെ കേരളം ഭരിക്കുന്നില്ല, അതുകൊണ്ട് ഹിന്ദുക്കൾ ആരും യാതൊരുവിധ ഉപദ്രവങ്ങളും ദളിതർക്ക് നേരെ ഉയർത്തുന്നില്ല, പ്രവർത്തിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. BJP ഇല്ലെങ്കിൽ ആ BJP ചെയ്യേണ്ട ജോലികൾ കൃത്യമായിട്ട് NSS ഈ കേരളത്തിൽ നടപ്പാക്കുന്നുണ്ട്. അതുകൊണ്ട് കേവലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലയിൽ കൊണ്ടിടുന്നത് വെറും വിഡ്ഢിത്തമാണ്. അതാരും ഒരു കാരണവശാലും വിശ്വസിക്കുകയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അടുത്ത പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നത് എന്തൊരു വിരോധാഭാസമാണ് എന്നല്ലാതെ എന്താണ് പറയുക. ഇത്രയും വർഷങ്ങളായി ദളിതരുടെ 90% വോട്ട് വാങ്ങി അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിച്ച ഇടതുപക്ഷം അവരെ ചതിച്ചെന്ന് നിങ്ങൾ തന്നെ പറയുകയാണ്. ഇത് തന്നെയാണ് നമ്മൾ നാളെ ഇതുവരെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. 90% പറയുന്ന വോട്ട് ഇവിടുത്തെ ജാതി മതങ്ങൾക്ക് അപ്പുറത്ത് ഈ ദളിത് സമൂഹം നിങ്ങളെ വിശ്വസിച്ച് തന്നെയാണ് നാളെ ഇതുവരെ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ആ കഴിഞ്ഞിരുന്ന ഈ സമൂഹം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് അഖിൽ മാരാർ തന്നെ സ്വന്തം പോസ്റ്റിൽ എഴുതുന്നുണ്ട്. പക്ഷെ ഇത് വേടൻ സംസാരിക്കാൻ പാടില്ല. ഈ ഒരു വിഷയമാണ് നമുക്ക് മനസ്സിലാവുന്നത്.
അപ്പോൾ അഖിലിന് കൃത്യമായിട്ട് അഖിലിന് ഇഷ്ടമുള്ള രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാം, ഫേസ്ബുക്കിന്റെ പിന്നെ വീഡിയോകളിൽ സംസാരിക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് അത് വേടൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ അലർജിയും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമുക്കൊക്കെ അറിയാം ഈ നാട്ടിലൊക്കെ നായ്ക്കളുണ്ട്. നായ്ക്കളെന്ന് പറഞ്ഞാൽ കെട്ടിയിട്ടേക്കുന്ന നായ്ക്കളുണ്ട്, അഴിച്ചു വിട്ടിരിക്കുന്ന നായ്ക്കളുണ്ട്. എന്ത് തന്നെയായാലും നമുക്ക് അഴിച്ചു വിട്ടിരിക്കുന്ന നായ്ക്കളെ തന്നെ നോക്കാം. ഒരു ഭാഗത്ത് ഒരു കുറച്ച് നായ്ക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ അവിടെ ആ ഒരു ഭാഗത്തുള്ള ആഹാരം കഴിച്ച് അവിടെ ആയിരിക്കും താമസിക്കുക. അപ്പം മറ്റുള്ള ഭാഗത്ത് നിന്ന് ഏതെങ്കിലും നായ്ക്കൾ വരുമ്പോഴത്തേക്കും ആ ഭാഗത്തുള്ള നായ്ക്കളിൽ ഒരു വിഭാഗം ആൾക്കാർ ഈ നായയെ ആക്രമിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അവരുടെ ഇടത്തിലേക്ക് ഈ നായ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ആഹാരമായാലും അവർ നാളെ ഇതുവരെ ആ നായ്ക്കൾ എന്താണ് അനുഭവിച്ചിരുന്നത് അതെല്ലാം നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭീതിയും ഭയം ഉള്ളത് കൊണ്ടാണ് നായ്ക്കൾ വേറെ നായ ആക്രമിക്കുന്നത്. അല്ലാതെ അവർക്ക് തോക്കെടുത്ത് ഒരു AK-47 എടുത്ത് വെടിവെക്കാനൊന്നും പറ്റത്തില്ല. സ്വാഭാവികമായിട്ടും നായ്ക്കൾ എന്താണ് ചെയ്യുന്നത്, പുറത്തു നിന്ന് വരുന്ന നായ അവർ അംഗീകരിക്കാതിരിക്കാൻ വേണ്ടി ആക്രമിക്കുക തന്നെയാണ് ചെയ്യുന്നത്. നിലവിൽ കേരളത്തിൽ ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ, ഈ വ്യക്തി, എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂട്യൂബ് ചാനലിലും കേരളത്തിന്റെ മതേതരത്വത്തെക്കുറിച്ചും ജാതിയുടെ പ്രശ്നങ്ങളെക്കുറിച്ചും രാഷ്ട്രീയത്തിനെന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയത്തിനെക്കുറിച്ചും ഇതിനൊക്കെ വാദോരാതെ സംസാരിക്കണം. അത് കേരളത്തിലുള്ള എല്ലാ മതജാതി വർഗങ്ങൾക്കപ്പുറം എല്ലാവരും അദ്ദേഹത്തെ ഫോളോ ചെയ്യണമെന്നുള്ളൊരു ഐഡിയോളജിയാണ് നിലവിൽ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് വേടൻ സംസാരിക്കുന്ന ആ ഒരു ഇടത്തേക്ക് ആൾക്കാരും പോകരുത്, മറിച്ച് അഖിൽ എന്ന് പറയുന്ന ഈ ഇൻഫ്ലുവൻസർ, അതായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഈ വ്യക്തിയെ ഫോളോ ചെയ്യണം, അദ്ദേഹത്തെ എല്ലാവരും ഒന്ന് പരിഗണിക്കണമെന്ന് മാത്രമാണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം എല്ലാ ഫേസ്ബുക്ക് പോസ്റ്റുകളെടുത്തും പരിശോധിച്ചാലും ഇത് തന്നെയാണ് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് നേരിട്ട് തന്നെ കയറി പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു ഇരട്ടത്താപ്പ് ശരിയല്ല. വേടനും ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ നാട്ടിൽ വേടൻ്റെതായിട്ടുള്ള ഐഡിയോളജിയിൽ രാഷ്ട്രീയം പറയാനും അത് ജനങ്ങളെ സംവദിക്കാനും അവരുമായിട്ട് ഇടകലർന്ന് ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ നാടിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അഖിൽ പറയുന്നത് തന്നെയാണ്, അഖിൽ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ് വേടനും സംസാരിക്കുന്നത്. അതിനകത്ത് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉള്ളതായിട്ട് ഇവിടുത്തെ ദളിത് സമൂഹത്തിനും തോന്നുന്നില്ല. അപ്പം നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഈ ഒരു നാടിനെ രക്ഷിക്കണമെന്ന് കൂടി തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, ദളിതരുടെ ഉന്നമനത്തിനായി വേടന് പ്രോഗ്രാം ബുക്ക് ചെയ്ത് കൊടുത്താൽ മതിയോ? 5 ലക്ഷത്തിൽ നിന്നും 25 ലക്ഷത്തിലേക്ക് പ്രോഗ്രാമിന്റെ തുക വർദ്ധിപ്പിച്ചാൽ ഇന്നാട്ടിൽ ദളിതർ രക്ഷപ്പെടുമോ? സത്യം പറഞ്ഞാൽ ഇവന്റെ പ്രശ്നം വേറൊന്നുമല്ല, പക്ക അസൂയ തന്നെയാണ്. അതായത് ഇവന് സഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിപ്പോ വേടനായാലും പിന്നെ ഇനി ഏതൊരു ദളിത് മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഇനി വരാനിരിക്കുന്ന ആരായി തന്നെയും ഇങ്ങനെയുള്ള നിലവിൽ ഈ സോഷ്യൽ മീഡിയ വഴി പണം സമ്പാദിക്കുന്ന ഒരു ഇൻഫ്ലുവൻസർക്ക് തോന്നുന്ന ഒരു അസൂയ മാത്രമാണ് ഈ അഖിലിന്റെ പ്രശ്നം. അതിനകത്ത് ഏത് വിധേനയും വേടൻ എന്ന് പറയുന്ന ഹിരൺദാസ് മുരളി, നമ്മുടെ പ്രിയപ്പെട്ട നമ്മളെ സഹോദരൻ, കക്ഷിയെ എങ്ങനെയും ഒതുക്കുക, ഇതാണ് ഇവന്റെ ഉദ്ദേശം. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇവന്റെ ഉദ്ദേശം എന്താണെന്ന്. ഒരു അസൂയ മാത്രമാണെന്നാണ് ഈ പോസ്റ്റ് വഴി എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം 5 ലക്ഷം കൊടുക്കുന്നോ 25 ലക്ഷം കൊടുക്കുന്നോ എന്നുള്ളതല്ലല്ലോ ഇവിടെ വിഷയം. ഇപ്പൊ അഖിൽ തന്നെ നാരങ്ങയുള്ള ഒക്കെ കച്ചവടം നടത്തിയിരുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. മാങ്ങ കച്ചവടം, മത്തങ്ങ കച്ചവടം, ഇനി ഏതൊക്കെ കച്ചവടമാണെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും ഒരാളൊരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ ഇപ്പം 1 കിലോ 100 രൂപയ്ക്ക് വിൽക്കുന്ന കടകളുണ്ട്, 1 കിലോയ്ക്ക് 250 രൂപയ്ക്ക് 1 കിലോ മാങ്ങ വിൽക്കുന്ന കടകളുണ്ട്. അതൊക്കെ അവർക്കുള്ള ബിസിനസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവർക്ക് അവരുടെ പ്രൊഡക്റ്റ് എത്ര രൂപ വിൽക്കണം അവരാണ് തീരുമാനിക്കുക. ഇതിപ്പം കേരളത്തിലെ റേഷൻ കടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് വഴിയൊന്നും അല്ലല്ലോ ഇങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുക. അപ്പം വേടന്റെ ഒരു പ്രോഗ്രാമിന് മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്നും പറഞ്ഞിട്ട് അടിച്ചിടാനൊന്നും പറ്റത്തില്ല. അവരുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം ബുക്ക് ചെയ്താൽ മതി. സത്യം പറഞ്ഞാൽ ഇവന് ഭയങ്കര പ്രശ്നമാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ദളിതരുടെ ജീനിൽ പഠിക്കാനുള്ള DNA ഇല്ല എന്ന് വേടൻ പറഞ്ഞപ്പോൾ ഇളിച്ചുകൊണ്ട് കേട്ടിരുന്ന പ്രൊഫസർ പുരോഗമന കുമാർ, അതായത് നമ്മളെ മൊട്ട അരുൺകുമാറിനെയാണ് ഉദ്ദേശിക്കുന്നത്, ആ വാക്കുകളോട് യോജിക്കുന്നോ എന്നാണ് ചോദിക്കുന്നത്. ഇതിപ്പം അഖിൽ മാരാർ പറയുന്ന ഒരു അഭിപ്രായങ്ങൾ ഈ പോസ്റ്റ് വഴി നമുക്ക് മിക്ക അഭിപ്രായങ്ങളും കേൾക്കുമ്പോൾ ഇപ്പം നാളെ മുതൽ ഒരു മൈക്കും വിളിച്ചു കെട്ടി എല്ലാവരെയും ചെവിയിൽ വന്ന് പറഞ്ഞു കൊടുക്കാനൊന്നും വേടനെ സംബന്ധിച്ച് കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സെലിബ്രിറ്റികളായിട്ടുള്ള, അതിപ്പം
ഇപ്പൊ മോഹൻലാലിനെ എടുത്താലും മമ്മൂട്ടിയെ എടുത്താലും അവർക്കൊന്നും ഒരു ദിവസം മൊത്തവും ഒരു ഫേസ്ബുക്കും എടുത്തു വെച്ചിട്ട് നാട്ടിലുള്ള വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ ഏറെ ചുരുക്കി അവര് കാര്യങ്ങളെ സംവദിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് കാര്യങ്ങൾ ഇപ്പം വേടൻ പറയുന്നത് എൻ്റെ സമൂഹത്തിന് അല്ലെങ്കിൽ എനിക്കോ ദളിത് സമൂഹത്തിനോ അവരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ഒരു തലത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇന്ത്യൻ വിദ്യാഭ്യാസം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല എന്നാണ് വേടൻ ഉദ്ദേശിക്കുന്നത്. അതിന് പകരം ഈ അഖിൽമാരാറിനെ പോലെയുള്ള ജാതിവാദികൾ പൊക്കിക്കൊണ്ട് നടക്കുന്നത് എൻ്റെ സമൂഹത്തിന് വിദ്യാഭ്യാസം ചെയ്യാനുള്ള കഴിവില്ല എന്നാണ് പറയുന്നത്. കഴിവില്ല എന്നുള്ളൊരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും കേരളത്തിലുള്ള ദളിതർക്കാർക്ക് കഴിവില്ല എന്നങ്ങ് അടിച്ചങ്ങ് ഇറക്കുക. അപ്പൊ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ്. ഇപ്പൊ വേടനെ ഇത് കാര്യങ്ങൾ മൊത്തം പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു ക്ലാസ്, ഒരു പുസ്തകം മൊത്തം ഇരുന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സമയമൊന്നും വേടനെ സംബന്ധിച്ച് കിട്ടത്തില്ല. അപ്പൊ വേടന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വേടനെ സംബന്ധിച്ച് വേടൻ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നം ഞാൻ പറയാം. ഇപ്പൊ അട്ടപ്പാടിയിലുള്ള ആദിവാസി സമൂഹത്തിന്റെ മുന്നിലേക്ക് സീത അല്ലെങ്കിൽ രാമായണം, മഹാഭാരതം കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവരുമായിട്ടൊരു ബന്ധമില്ലാത്ത സംഭവങ്ങളാണത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു തലം വെച്ചാണ് വേടൻ സംസാരിക്കുന്നത്. അപ്പൊ അവരെ സമൂഹമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഇന്ത്യൻ വിദ്യാഭ്യാസം ഈ ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന ഒരു തലമൊന്നുമല്ല. ഇപ്പൊ ചൈനയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസ രീതി വേറെയാണ്. ഫിൻലാൻഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസ രീതി വേറെയാണ്. ഇപ്പൊ പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും അവരുടെ ആ രാജ്യത്തിന് അവരുടേതായിട്ടുള്ള വിദ്യാഭ്യാസ രീതികളുണ്ട്. CBSE പോലും സിലബസ് പോലും കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളെ ആവുന്നുള്ളൂ വന്നിട്ട്. അപ്പം പറഞ്ഞു വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രീതി അല്ലെങ്കിൽ ആ ഒരു ശൈലി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് ചിന്തിച്ച് മനസ്സിലാക്കി അതിലേക്ക് വന്ന് കയറാനുള്ള ഒരു അവസ്ഥ ദളിത് സമൂഹത്തിന് ഇല്ല എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ അത് മാറണമെന്നുള്ളത് ഇവിടുത്തെ പുരോഗമനവാദികളായിട്ടുള്ള മൈത്രേയനെ പോലുള്ള അല്ലെങ്കിൽ ഇന്ന് കേരളം ഏറെ ചർച്ച ചെയ്യുന്ന ബുദ്ധിജീവികളൊക്കെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതൊന്നും ഈ അഖിൽമാരാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വേടൻ പറയുന്ന കാര്യങ്ങളെ ഒരു വാലെടുത്തുകൊണ്ട് വന്ന് അങ്ങ് അലക്കുകയാണ്. അടുത്ത ഇപ്പൊ കുറെ ഉണ്ട് ഈ ചുരുക്കം പറഞ്ഞാല് ഈ അഖിലിനെ പറയുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ വലിയ മഹത് വചനങ്ങളായിട്ട് കേരളം ഉൾക്കൊള്ളണം. വേടൻ പറയുന്ന വേടൻ ദളിതനല്ലേ, അവൻ പറയുന്നതൊന്നും വലിയ കാര്യങ്ങൾ അതൊന്നും കാര്യമാകണ്ടെന്നേ. ഇവിടെ അത്യാവശ്യം ഇവിടെ ഒരു 10-50 വർഷമായിട്ട് ജാതിയെക്കുറിച്ച് തന്നെയാണ് ഇന്ത്യ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കേരളത്തിൽ ജാതി എന്ന് പറയുന്നത് വലിയ രീതിയിൽ പെട്ടെന്ന് ഉയർന്നു വന്നിട്ടുള്ള കാര്യമൊന്നുമല്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് വേടന് സംസാരിക്കുന്നത്. ഇതില്ല കക്കാം ഒരു 4-5 പേര് മോഷ്ടിക്കാൻ പോകുമ്പോഴത്തേക്കും മിണ്ടരുതേ എന്ന് പറയുന്ന കണക്ക്. അതായത് ഇവർക്കറിയാം ഇവർ കള്ളത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഇവർ കള്ളത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആരും എടുത്തും പറയരുതെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ജാതിയെക്കുറിച്ച് മിണ്ടരുത്, ജാതിയെക്കുറിച്ച് അടുത്തും മറ്റുള്ളവർ അറിയരുത്, ഞാൻ പ്രവർത്തിക്കുന്ന ആ ഒരു ജാതി വേർതിരിവ് വേറൊരു വ്യക്തി അറിയരുത് എന്ന് മാത്രമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതിനാണ് ഈ മിണ്ടരുത് എന്ന് പറയുന്നത്. ഏതൊരു സംഖ്യയുടെ കമന്റും എടുത്ത് നോക്കിയാലും ജാതിയെക്കുറിച്ച് മിണ്ടരുത്, ജാതിയെക്കുറിച്ച് സംസാരിക്കരുത്, ഈ രീതി തന്നെയാണ് സംസാരിക്കുന്നത്. അല്ലാതെ ഇവരെന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള പോസ്റ്റ് വായിക്കുന്നില്ല, കുറെ ഇങ്ങനെ എഴുതി തകർത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാല് വിങ്ങിപ്പൊട്ടി കരയുന്ന രീതിയിലേക്കാണ് അഖിലിന്റെ ഓരോ പോസ്റ്റുകളും. പക്ഷേ ഈ കാര്യങ്ങൾ ചുരുക്കി വേടൻ സംസാരിച്ച് ഒരു 3-4 വരികളിലാക്കി പറയുമ്പോഴാണ് പ്രശ്നം. ഇപ്പൊ ഉദാഹരണത്തിന്, ഞാൻ പാണനല്ല പുലയനല്ല പറയനല്ല നീ തമ്പുരാനുമല്ല ആണേൽ എനിക്കൊരു മൈരുമില്ല എന്ന് പറയുന്ന ഒരു 4-5 വരികൾക്കുള്ളിൽ ഇരിക്കുന്ന അർത്ഥം ഇവർ മനസ്സിലാക്കുന്നില്ല. ഇവർ വാക്കുകൾ മാത്രമാണ് ചോദിക്കുന്നത്. ഇവൻ ചീത്ത പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്, അത് പ്രശ്നമാണ്. ഇവിടെ ചീത്ത ആരെയും വിളിക്കുന്നില്ല. ഇവൻ ജാതിക്കെതിരെ ഏറ്റവും നല്ല രീതിയിൽ കർശനമായിട്ടുള്ള ശക്തമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. കാരണം നിങ്ങൾ അടിച്ചേൽപ്പിച്ച ജാതി അല്ല എൻ്റേത്, ഞാനൊരു മനുഷ്യനാണ്. അഥവാ നിങ്ങൾ സ്വന്തം പേരിനൊപ്പം ജാതിവാലം കൊണ്ട് നടക്കുകയാണ് എങ്കിൽ എനിക്കൊരു മൈരുമില്ല എന്ന് തന്നെയാണ് വേടൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് കൃത്യമായിട്ട് വരികളിൽ വരുമ്പോഴത്തേക്കും ഈ വരികളുടെ എല്ലാം അർത്ഥം കേരളത്തിലുള്ള ചാണകസംഖ്യകളുടെ ചെവിയിൽ വന്ന് ഓതിക്കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ സ്വയമേ ചിന്തിക്കുക, സ്വയമേ തിരുത്തുക. നന്ദി, നമസ്കാരം.